ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ട്രാവൽ ബ്ലോഗാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പോകുന്നത് ഇല്ലിക്കൽ കല്ലിലേക്ക്, അവിടുന്ന് നേരെ പാഞ്ചാലിമേട്ടിലേക്കാണ്. നമ്മുടെ ഇന്നത്തെ സ്റ്റേ പാഞ്ചാലിമേട്ടിലാണ്. ഇതൊരു ചെറിയൊരു ഹണിമൂൺ ട്രിപ്പാണ്. ഈ ഹണിമൂൺ പാക്കേജ് നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് പാഞ്ചാലിമേട്ടിൽ സൺസെറ്റ് വാലി എന്ന് പറയുന്നൊരു റിസോർട്ടിലാണ്. അപ്പോൾ റിസോർട്ടിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഈ റിസോർട്ടിലേക്കുള്ളൊരു യാത്ര ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ജേണി ആയിരുന്നു ഇത്. അപ്പോൾ ഇതാണ് ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. പിന്നെ ഈ റിസോർട്ടിന് സ്വന്തമായിട്ട് താഴെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വഴിയെ കാണാം. ഞങ്ങൾ 2 കപ്പിൾസ് ഉണ്ടായിരുന്നു. ഞങ്ങളും പിന്നെ സുധിയുടെ ഫ്രണ്ട് വൈശാഖും. ഇപ്പോൾ വൈശാഖിൻ്റെ ഒക്കെ കോട്ടേജാണ് ഈ കാണുന്നത്. അവരിവിടെ മേളിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ റിസോർട്ടിൻ്റെ റിസപ്ഷൻ ആൻഡ് ഡൈനിങ് ഏരിയ. റിസപ്ഷന് വേണ്ടിയിട്ടൊരു പ്രത്യേക കൗണ്ടർ ഒന്നുമില്ല. ഒരു ചെറിയൊരു ഇതിലാണ്. ഇവിടെ ഡൈനിങ് ഏരിയയിൽ നമുക്ക് 2 രീതിയിലായിട്ടിരിക്കാം. ഇവിടെ ബാൽക്കണിയിൽ ഇരിക്കേണ്ടവർക്ക് ബാൽക്കണിയിലിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലിരിക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അവരോട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് നല്ല വ്യൂ ആണുള്ളത്, മൗണ്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഈ കാണുന്നതാണ് വൈശാഖിൻ്റെയൊക്കെ കോട്ടേജ്. ഇവർക്ക് ഇവിടെ നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു ഏരിയ ആയിരുന്നു ഇത്. നല്ല നീറ്റായിരുന്നു. ഇവർക്കും ഇങ്ങനെ നിലത്ത് 2 ബെഡൊക്കെ ഇട്ടിട്ടുണ്ട്. എക്സ്ട്രാ ബെഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഞങ്ങളുടെ കോട്ടേജിലേക്കാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ മെടഞ്ഞ വീടാണ് നമ്മുടെ കോട്ടേജ്. അപ്പോൾ നമ്മൾ എവിടെയായിരിക്കും സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ റൂമിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. നമ്മുടെ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ട് നല്ലതായിട്ട് കേൾക്കാം, വെള്ളം ഒഴുകുന്നത്. അപ്പം രാത്രിയിലൊക്കെ ഇതിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. നമുക്ക് ശരിക്കും ഒരു പേടിയൊക്കെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർഫോൾ. നല്ല രസമാണ്. ഇതിനകത്ത് ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ തിട്ട കിട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങി കുളിക്കണമെങ്കിൽ ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. ഓൾറെഡി മഴയുള്ള സീസൺ ആയതുകൊണ്ട് നല്ലതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ വെള്ളത്തിന് ഭയങ്കര തണുപ്പുമായിരുന്നു. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള്. ഇതൊരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളൊന്നുമില്ല, കോമൺ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. ഇതിനകത്ത് ഒത്തിരി കോട്ടേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്നു ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഒരു ട്രീ ഹൗസിലേക്കാണ്. ഇതൊരു ലിവിങ് സ്പേസ് പോലെയാണ്. നമുക്കൊരു ടീ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നൈറ്റ് നമുക്ക് കുറച്ച് ചിറ്റാട്ടൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസാണ്. നമ്മളിപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലേസാണ്. ഇതിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ സൂപ്പറാണ്. അപ്പോൾ ഒരു നല്ല ചൂട് ചായയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസാണിത്. ഇവിടെ അവർ കുറച്ച് ചെയറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഞങ്ങൾ കുറേ നേരം ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിരുന്നു ഈ സ്പേസിൽ.
ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. അപ്പം നമ്മുടെ റൂം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമൊന്ന് കാണാം. അപ്പോൾ നമുക്കിവിടെ ബാൽക്കണിയിൽ ഒരു ചെറിയൊരു ടീ സ്പേസ് അവർ അറേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ടേബിളൊക്കെ ഇട്ടിട്ട്. ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് കയറാം. ഒരു ഡ്രസ്സൊക്കെ തൂക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ബെഡ് ഇത് നല്ല മെസ്സാണ്, വേറെ ഒന്നുമല്ല, ഞങ്ങളിത് ലാസ്റ്റ് ഡേ ആണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും മെസ്സായി കിടക്കുന്നത്. പിന്നെ മേളിലും ഒരാൾക്ക് കിടക്കാനായിട്ടുള്ളൊരു സ്പേസ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ബെഡൊക്കെ ഇട്ട് ഒരു ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. അപ്പോൾ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവും നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഹണിമൂൺ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ ഓൾ.